ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഈ ഒരു ഞായറാഴ്ച 28 തീയതി ഡിസംബർ കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് കടന്നു വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. സർവമായ, വൃഷഭ, അവതാർ, ഭബ്ബബ്ബ, കളങ്കാവൽ, മിണ്ടിയും പറഞ്ഞും, ഹാൽ തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഏറ്റവും അതിഗംഭീരമായിട്ട് ഓടുന്ന സർവമായയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഇന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 3 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ. 1491 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹൗസ്ഫുൾ പെരുമഴ തന്നെയാണ് ഇന്ന് നമുക്ക് സിനിമയ്ക്ക് കാണാനുള്ളത്. 3 ദിവസം കൊണ്ട് സിനിമ നേടിയത് 32 കോടിയോളമാണ്. സിനിമയ്ക്ക് 730 മുകളിലുള്ള ഫാസ്റ്റ് ഫീലിംഗ് ഷോസാണ് അക്രോസ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന തരത്തിലാണ് സിനിമയുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് നാളെ കൊണ്ട്, അതായത് 4 ദിവസം കൊണ്ട് സിനിമ 45 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് മറ്റന്നാൾ കൊണ്ട് സിനിമ അല്ലെങ്കിൽ നാളെ കൊണ്ട് സിനിമ 50 കോടിയിലേക്ക് കണക്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കാം. 1491 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 2,96,992 ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കണ്ടു. 76% തിയേറ്റർ ഒക്യുപ്പൻസി. ഏകദേശം 1200 മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 138 ഹൗസ്ഫുൾ ഷോകളും, അതായത് ഈ സിനിമയുടെ മുഴുവൻ ഷോകളും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. 4,89,39,000 രൂപയാണ് വൈകുന്നേരം 7:45 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളായി പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ആദ്യ 3 ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ, അതിൻ്റെ ഫൈനൽ കളക്ഷനേക്കാൾ കൂടുതലായി വന്നിരിക്കുന്നു. ഇപ്പോൾ 4,90,44,000 രൂപയായിട്ടുണ്ട് അതിൻ്റെ കളക്ഷൻ. അതായത് ഇന്ന് ട്രാക്കിങ്ങിലൂടെ തന്നെ 5 കോടി 10 ലക്ഷം, 5 കോടി 15 ലക്ഷം രൂപയോളം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സിനിമ ഇന്ന് ഈ ഒരു ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും. ഇന്നലെ ഏകദേശം 5 കോടിക്ക് ജസ്റ്റ് അടുത്ത്, അല്ലെങ്കിൽ 4,80,00,000 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തിയത്. ഈ 4 ദിവസം കൊണ്ട് തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടി കടക്കുന്നു. വേൾഡ് വൈഡായിട്ട് 50 കോടി നാളത്തേക്ക് തന്നെ സിനിമ അടിക്കുമെന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ തീർച്ചയായും 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം അത്ര മനോഹരമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓരോ മലയാളിക്കും അവരുടെ സ്ട്രെസ് ഫ്രീ ആക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ. ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കാത്തിരിക്കാൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. ഇനി വൃഷഭ, മോഹൻലാലിൻ്റെ ചിത്രം വന്നിരിക്കുന്നു. 4-ാം ദിനമാണ് മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം. 232 ഷോകളാണ് ഇന്നും സിനിമയ്ക്കുണ്ടായത്. വാഷ് ഔട്ട് ആവുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി പോലെ തന്നെയാണ്. അത്ര വലിയ കളക്ഷനൊന്നും അല്ലെങ്കിലും കേരളത്തിൽ സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള കളക്ഷൻ തന്നെയാണ്. 2,700 ടിക്കറ്റുകളാണ് സിനിമയുടെ ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. 4.5% ഒക്യുപ്പൻസിയിൽ സിനിമ 4,20,000 രൂപയോളം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. ഇന്നലെ 7 ലക്ഷം രൂപയായിരുന്നു. കഴിഞ്ഞ ദിവസം 7,76,000 രൂപ. അങ്ങനെ പോയ സിനിമ ട്രാക്കിങ്ങിലൂടെ മാത്രം കേരളത്തിൽ 54 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. അതായത് ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരളത്തിനടുത്തെത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 2 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തീരെ മോശം കളക്ഷനാണ് എന്നുള്ളത് നമുക്കറിയാം. വമ്പൻ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ വലിയ ഒരു ഡിസാസ്റ്ററാണ്. പക്ഷേ വാഷ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനകത്തിൽ കേരളം തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന. റെസ്റ്റ് ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ വലിയ ഇടിവ് തന്നെയാണ്. ആദ്യ ദിവസത്തിനേക്കാൾ കളക്ഷൻ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും കേരളത്തിൽ നിന്ന് സിനിമ 1 കോടി തൂക്കുമോ എന്നുള്ള ചോദ്യമാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താണേലും അടുത്ത ചിത്രം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. അവതാറാണ്. അവതാർ ഇംഗ്ലീഷ് മൂവി. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം, അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന പേരിലുള്ള ചിത്രമാണ്. ഇവിടെ വമ്പൻ ഹിറ്റായി സിനിമ ഓടുകയാണ്. ഇന്ന് 190 ഷോകളാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 15,000 ടിക്കറ്റുകളാണ് ഇന്നും സിനിമയ്ക്ക് വിറ്റുപോയത്. 40 ലക്ഷം രൂപയോളമാണ് ഇന്നും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ 39,52,000 രൂപ വന്നു. ഏകദേശം 65 ലക്ഷം രൂപ സിനിമയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. 10 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ന് മലയാളത്തിൽ ഇത്രത്തോളം ഗംഭീരമായിട്ട് പോകുന്നു. ഏകദേശം 2,67,000 ജനങ്ങൾ ടിക്കറ്റ് എടുക്കുകയും 4,500 മുകളിലുള്ള ഷോകൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇതൊരു സൂപ്പർ മെഗാ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ബബ്ബബ്ബ, ദിലീപ് നായകനായി എത്തിയ ഈ ഒരു ചിത്രം ഇന്ന് 557 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. സിനിമയുടെ 50 കോടി പോസ്റ്ററിന് വേണ്ടി, അല്ലെങ്കിൽ 50 കോടി എന്ന് എത്തുമെന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സിനിമയ്ക്ക് 24,700 ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. വീണു എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. വേറെ ഒന്നുമല്ല, 25,000-നടുത്തുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റു പോകുന്നുണ്ട് ഈ സിനിമയ്ക്ക്. 11-ാം ദിവസമാണ്. ഇന്ന് സിനിമയ്ക്ക് 38 ലക്ഷം രൂപയോളം കളക്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ 42 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 55-60 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഉണ്ടാകും. ഇന്നോടെ സിനിമ 25
കോടി കേരള ബോക്സ് ഓഫീസിൽ കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ടൊന്നും അത്ര ഗംഭീര കളക്ഷനൊന്നും വരുന്നില്ല. ഏകദേശം 42 കോടി വരെയാണ് ട്രാക്കിങ്ങിലൂടെ ഇതുവരെ വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ 45-47 കോടിക്കിടയിലാണെന്നുള്ളതാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ഒപ്പം ട്രാക്ഡ് കളക്ഷൻ്റെയും ഒക്കെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ഒരു വാല്യൂ പറയാൻ കഴിയുള്ളൂ. നമ്മളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഒരു 47 കോടി ഈ സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമയും പരാജയം എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ്. മോഹൻലാലും ദിലീപും കളം നിറഞ്ഞാടിയിട്ടും ഈ സിനിമയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കണ്ടൻറ്റ് അത്ര പോരാ എന്നുള്ളത് തന്നെയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വന്നത്. പിന്നീട് നമുക്കറിയാം പല ഫാക്റ്റുകളുണ്ട്. പക്ഷേ എന്ത് ഫാക്റ്റ് ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, സിനിമ നല്ലതാണോ അത് വിജയിച്ചിരിക്കും, നന്നായി ഓടുമെന്നുള്ളത്. ഇവിടെ മോശമല്ലാത്ത ലെവലിൽ സിനിമയ്ക്ക് പോകാൻ കഴിയുന്നുണ്ട്. വമ്പൻ ബഡ്ജറ്റാണ്. പലരും 30 കോടി ബഡ്ജറ്റ് പറയുന്നു, 50 കോടി ബഡ്ജറ്റൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ഇനി മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം, ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മമ്മൂട്ടി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 83 കോടി ഈ സിനിമ കടന്നുവെന്ന് മമ്മൂട്ടി തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരുപാട് തവണ മമ്മൂക്കയോട് കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു, അങ്ങനെയെങ്കിലും 83 കോടിയുടെ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടിരിക്കുന്നു. അതിന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മുടെ കണക്കുകൾ പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം 84 കോടി എത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉള്ള ഒരു വിശ്വാസം വന്നിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ 82ഉം 81.25 അതിൻ്റെ കൂടെ കാലും ഒക്കെ ചേർത്ത് ഒരുപാട് ട്രാക്കേഴ്സ് കിടന്ന് മരിച്ച് ശ്രമിക്കുന്നുണ്ട് കളക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കാണുമ്പോൾ കേരള ബോക്സ് ഓഫീസിലെ വെച്ച് തന്നെ സിനിമ 83.5-84 കോടിക്ക് അടുത്ത് എത്തിയിരുന്നു. ഇന്ന് സിനിമയ്ക്ക് 141ഓളം ഷോകളാണ്. അതായത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഷോകളാണ് സിനിമയ്ക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. 6800 മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുകയാണ്. 25% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 11,50,000 രൂപയോളമാണ് ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് സിനിമ 22 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നും കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 37 കോടിയും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 40 കോടിയും കഴിഞ്ഞു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടിയും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രം കൂട്ടുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഈ ഒരു സിനിമ 84 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ 88-90 കോടി കണക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഈ ഒരു കാലത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമയാകുന്നു. 19,41,000 മുകളിലുള്ള ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രമേ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അതുകൂടാതെ 21,383ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. തിയേറ്റർ ഒക്യുപ്പൻസി ആയിട്ട് ഓവറോൾ പറയുന്നു 34%. മികച്ച രീതിയിൽ തിയേറ്റർ ബുക്കിംഗ് അല്ലെങ്കിൽ തിയേറ്റർ പിടിച്ചു നിർത്താൻ മമ്മൂട്ടി കമ്പനിക്ക് ഇന്നും കഴിയുന്നില്ല. ആളുകളുടെ ആവശ്യപ്രകാരം സിനിമയ്ക്ക് ഷോകൾ കൂട്ടേണ്ടി വരുന്നു. കാരണം മിക്ക സ്ഥലങ്ങളിലും ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഓറഞ്ച് അലേർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അത്രത്തോളം, അതായത് ഇതിനകത്തിൽ തന്നെ ഏകദേശം 40ഓളം ഷോകൾ ഫാസ്റ്റ് ഫീലിംഗ് ഷോ എന്നുള്ളത് തന്നെയാണ് 141 നമുക്ക് കാണാൻ കഴിയുന്ന ട്രാക്കിങ്ങിലൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡബിളായിരിക്കാം തീർച്ചയായിട്ടും ഹൗസ്ഫുൾ ലെവലിലേക്ക് പോകുന്നത്. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രം ഇതാ 4ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 52 ഷോകളിൽ നിന്ന് 1000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 1,67,000 രൂപയോളമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലത്തേക്കാൾ മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ഇന്നും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ആരും വലിയൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആളുകൾക്ക് ആർക്കും വലിയ രീതിയിൽ അറിയുകയോ ചെയ്യാത്ത ഈ ഒരു സിനിമ വിജയമാണോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പുറത്തു വന്നിട്ടില്ല. മറ്റൊരു ചിത്രം, ഈ ഒരു ചിത്രം ഏറെയും നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിൽ വീണ്ടും കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഷെയ്ൻ നിഗം നായകനായി എത്തിയ ചിത്രത്തിനെക്കുറിച്ചും വലിയ പബ്ലിസിറ്റികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇന്ന് 144 ഷോകളിൽ നിന്ന് 5,800ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. ഇന്ന് 10 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്നും വിറ്റുപോയിട്ടുണ്ട്. അപ്പം ഈ സിനിമ മൊത്തം 60 ലക്ഷം രൂപ മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുള്ളത്. മികച്ച രീതിയിലാണ് സിനിമയുടെ ബുക്കിംഗ് വന്നത്. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയ.